ഇത്രയൊക്കെ ആയിട്ടും സതീശനിപ്പോഴും ഭരണം പിടിക്കാനാകുമെന്ന് ഒരു ഉറപ്പുമില്ല. ആത്മവിശ്വാസത്തിലുള്ള ഒരു ചിരി മുഖത്ത് ഫിറ്റ് ചെയ്യാൻ ശ്രമിച്ച് പരിഹാസത്തോടെ ഇടതു സർക്കാരിനെ വിമർശിക്കുമ്പോഴും അടുത്ത തവണ അധികാരത്തിലെത്തുമെന്ന ഒരു ഉറപ്പും സതീശനില്ല. അദ്ദേഹം ഇപ്പോഴും വിസ്മയം കാത്തിരിക്കുകയാണ്. വിസ്മയം ഉണ്ടായാൽ മാത്രമേ കോൺഗ്രസിനും UDF-നും എന്തെങ്കിലും രക്ഷയുള്ളൂ എന്ന മട്ടിലാണ് കാര്യങ്ങൾ. ഏത് 100 സീറ്റ് ഉറപ്പാണെന്ന് പറഞ്ഞ അതേ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് ഓർമ്മയില്ലേ? ഞങ്ങൾ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തെരഞ്ഞെടുപ്പിന് മുൻപായി കേരളത്തിൽ വിസ്മയങ്ങൾ ഉണ്ടാവും. UDF-ന്റെ മക്കളേക്ക് കക്ഷികളും LDF-ലുള്ള കക്ഷികളും NDA-യിലുള്ള കക്ഷികളും അല്ലാതെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും UDF-ന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വരും. അത് ഉറപ്പായിട്ട് വരും. അത് ആരൊക്കെയാണ് എന്ന് ദയവ് ചെയ്ത് ഇപ്പൊ ചോദിക്കരുത്. അത് സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കും. അതെ, വിസ്മയം കാത്തിരിപ്പാണ് സതീശനും കൂട്ടരും. ആദ്യത്തെ വിസ്മയം സംഭവിച്ചു. കൊട്ടാരക്കര മുൻ MLA ഐഷപ്പറ്റി കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചു. അവർ CPM-മായി എങ്ങനെയായിരുന്നെന്നോ എന്താണ് അവസ്ഥയെന്നോ എന്നൊന്നും നോക്കുന്നില്ല. കോൺഗ്രസിന് കൊട്ടാരക്കര യുദ്ധത്തിനായി ഒരു വിസ്മയം ലഭിച്ചു, അത്ര തന്നെ. പിന്നീട് ജോസ് കെ മാണിയും പാർട്ടിയും UDF-ലേക്ക് എന്നായി പ്രചരണം. അത് പൊളിഞ്ഞതോടെ CKP പത്മനാഭന് പിന്നാലെയായി വിസ്മയക്കാരുടെ ഓട്ടം. അതിനു പിന്നെ അധികം ആയുസ് ലഭിച്ചതേയില്ല. CKP തന്നെ ആ വിസ്മയം മുളയിലേ നുള്ളി. 2 വിസ്മയങ്ങൾ പൊളിഞ്ഞിട്ടും ഇനിയും വിസ്മയം എത്തുമെന്നാണ് സോഷ്യൽ മീഡിയയിലെ പോരാളികൾ പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടും കോൺഗ്രസ് എന്തിനാണ് വിസ്മയം കാത്തിരിക്കുന്നതെന്നാണ് സംശയം. ഇനി ഇത് വെറുമൊരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണോ അതോ UDF-ന് ഇപ്പോഴും ഭരണമുറപ്പിക്കാൻ ആത്മവിശ്വാസക്കുറവുണ്ടോ എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF ഉണ്ടാക്കിയ മുന്നേറ്റം കോൺഗ്രസ് ക്യാമ്പുകളിൽ വലിയ ഊർജ്ജം ഉണ്ടാക്കിയിട്ടുണ്ട്. 500ഓളം പഞ്ചായത്തുകളും ഭൂരിഭാഗം കോർപ്പറേഷനുകളും പിടിച്ചെടുത്തതോടെ ഭരണം തിരികെ വരുമെന്ന വികാരം ശക്തമാണ്. എന്നിട്ടും എന്തിനാണ് സതീശൻ ഇത്തരമൊരു വിസ്മയ പ്രസ്താവന നടത്തിയത്? അണിയറയിൽ പലതും നടക്കുന്നുണ്ട്. LDF പാളയത്തിൽ അസംതൃപ്തരായ ചില ഘടകകക്ഷികൾ UDF-ലേക്ക് കണ്ണുവെക്കുന്നുണ്ടെന്ന ചർച്ച സജീവമാണ്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ തിരിച്ചുവരവ് മാധ്യമങ്ങൾ ചർച്ചയാക്കിയപ്പോൾ ജോസ് കെ മാണിക്കും റോഷി അഗസ്റ്റിനും വിശദീകരണവുമായി വരേണ്ടി വന്നു. LDF-ൽ ഉറച്ചു നിൽക്കുന്നു, മറിച്ചൊരു ചിന്തയ്ക്ക് ഒരു കാരണവുമില്ല. എന്നാൽ UDF-ലേക്ക് പോകാതിരിക്കാൻ അനവധി കാരണങ്ങളുണ്ട് എന്നാണ് കേരള കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ച് പറഞ്ഞത്. ഇതോടെ ഒരു വ്യാജ വിസ്മയം തകർന്നടിഞ്ഞു. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുമെന്ന് പറയുന്ന UDF എന്തിനാണ് ഇപ്പോഴും LDF വിട്ടുവരുന്നവർക്കായി കാത്തിരിക്കുന്നത്? ഇത് ആത്മവിശ്വാസക്കുറവാണോ അതോ സുരക്ഷിതമായ ഒരു വിജയ മാർജിൻ ഉറപ്പാക്കാനുള്ള നീക്കമാണോ എന്നാണ് അറിയേണ്ടത്. സതീശൻ്റെ പ്രസ്താവനയിൽ 2 ലക്ഷ്യങ്ങളാണ് കാണേണ്ടത്. ഒന്ന് സൈക്കോളജിക്കൽ വാർഫെയർ ആണ്. LDF പാളയത്തിൽ അവിശ്വാസം വളർത്തുക എന്നത് തന്നെയാണത്. ഘടകകക്ഷികൾ ഉൾപ്പെടെ അവിശ്വാസത്തിനിടയാക്കും. അതുവഴി തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വൈകിപ്പിക്കുകയുമാകും കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. രണ്ടാമത്തെ ലക്ഷ്യം അണികളിൽ ആവേശം വളർത്തുക എന്നതാണ്. വലിയ നേതാക്കൾ വരുന്നു എന്ന് കേൾക്കുമ്പോൾ താഴെത്തട്ടിലുള്ള പ്രവർത്തകർ കൂടുതൽ ആവശ്യത്തോടെ പ്രവർത്തിക്കും. ഇത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഊർജ്ജമാക്കാനും കഴിയും. പക്ഷേ പുറത്തുനിന്ന് വരുന്നവരെ സ്വീകരിക്കുമ്പോൾ സീറ്റ് വിഭജനത്തിൽ ഉണ്ടാകാൻ പോകുന്ന തർക്കങ്ങൾ UDF എങ്ങനെ കൈകാര്യം ചെയ്യുന്ന ചോദ്യം ബാക്കിയാണ്. മറ്റൊരു പ്രധാന വശമാണ് BJP കേരളത്തിൽ വോട്ട് വീതം വർദ്ധിപ്പിക്കുകയും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതും UDF-നെ ജാഗരൂകരാക്കുന്നു എന്നത്. വോട്ടുകൾ ഭിന്നിച്ചു പോയാൽ അത് LDF-ന് ഗുണകരമാകുമോ എന്ന സംശയം കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെ നിഷ്പക്ഷരായ ആളുകളെയും അസംതൃപ്തരായ NDA വോട്ടർമാരെയും തങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ എത്തിക്കുക എന്നത് ഒരു അനിവാര്യതയെ സതീശൻ കാണുന്നു. വിസ്മയങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് വരും ദിവസങ്ങൾ അറിയാം. പക്ഷേ ഒന്നുറപ്പാണ്, 2026 വെറുമൊരു തെരഞ്ഞെടുപ്പല്ല, അത് കോൺഗ്രസിൻ്റെ നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ്. ഒരിക്കൽ കൂടി പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാൽ UDF-ന്റെ ഗതി എന്താകുമെന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് വിസ്മയങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ച് പ്രതിപക്ഷ നേതാവ് കാത്തിരിക്കുന്നത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.